മോള് പറ എങ്ങനെയാ തുടക്കം? സാറേ ഇതെന്നെ സ്റ്റോക്ക് ചെയ്യാണ് സാറേ. എന്ത്? കൊറേ നാളായിട്ട് എന്നെ എല്ലാ സ്ഥലത്തും എപ്പോഴും സ്റ്റോക്ക് ചെയ്യും. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, നോണ പറയണേ സാറേ. അയ്യോ സാറേ എന്നെ സ്റ്റോക്ക് ചെയ്ത്. എനിക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല സാറേ, ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. അല്ല സാറ് ശരിക്കും എന്നെ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. നോണ പറയേണ്ടത് ഈ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഒന്ന് നിർത്ത്. എന്താണ് ഈ സ്റ്റോക്ക്? അറിയില്ല മോളെ. ആ സ്റ്റോക്കിംഗ് എന്താണെന്ന് എസ് ഐ സാറിന് പറഞ്ഞോളൂ. സാർ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെ ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്റെ ഇൻസ്റ്റ ഐഡിന്ന് ഇവനെ ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് ഇവൻ വേറെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇടുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാം. അങ്ങനെ ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി എപ്പോഴും എന്നെ തന്നെ ഒബ്സർവ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതില്. എന്താണ് ഓള് പറഞ്ഞത്? ശരിയല്ലേ സാറേ? ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, സത്യമായിട്ടും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ലവ് ആയിരുന്നു. നോണ പറയണേ. അല്ല 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 ഞങ്ങള് സിറ്റുവേഷൻഷിപ്പ് എന്നും പറഞ്ഞിട്ട് ആദ്യം തുടങ്ങി. ഞാൻ എന്റെ അടുത്ത് എപ്പോ പറഞ്ഞു സിറ്റുവേഷൻഷിപ്പ് എന്ന്? എപ്പോഴാ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ് എന്ന്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ലവ് റിലേഷൻ ആയിരുന്നു. റിലേഷൻ തന്നെയാണ്. നിർത്ത്. എന്താ പറഞ്ഞു? സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ സാറേ. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാർ അതായത് ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് പോലെ തന്നെ, പിന്നെ ലവ് ഉണ്ടാവും, പക്ഷെ എന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് എഴുതിക്കേ. ഒന്നും മനസ്സിലാവുന്നില്ല പുതിയ ഭാഷ. പറഞ്ഞു കൊടുക്കും. ഇപ്പൊ പറഞ്ഞോക്കെ. സ്റ്റോക്കിംഗ്. സിറ്റുവേഷൻഷിപ്പ്. എന്തെഴുതിക്കോ സാറേ? ലവ്. സാറ് പറഞ്ഞതിന് മറുപടി പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. എഴുതിക്കണ്ട. ഈ സാറ് ഇവള് പറയണ നോണയൊക്കെ എഴുതി വെക്കണ്ടല്ല. ഇവളെന്നെ എന്നെ ബ്രെഡ് ക്രംബിങ് ചെയ്തിട്ടായിരിക്കണം. എന്റെ ബ്രെഡ് ക്രംബിങ് ചെയ്തവളാണ്. ചോദിക്കും സാറ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബ്രെഡ് ക്രംബിംഗ് ചെയ്തു. ഈ കുട്ടി എന്നെ ബ്രെഡ് കമ്മിങ് ചെയ്തു. എന്നെ ബ്രെഡ് ക്രംബിങ് ചെയ്ത് സാറേ അവള്. വലിയാത്ത പറഞ്ഞിട്ടാക്കണേ. ഞാൻ സത്യമാണ് പറയണത് സാറേ. ഞാൻ അവൾ എന്നെ ബ്രെഡ് ക്രംബ് ചെയ്തിട്ട് ഞാൻ സഹിച്ചാണ്. ബ്രെഡ് ക്രംബിംഗ് ചെയ്തിട്ടില്ല സാറ്. എന്താ ഇത്? സാറേ സംഭവം എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അതിന്റെ ഒരു വൃത്തികേടാണ്. അതെ, ആ ബ്രെഡ് കമ്പിക്ക് എന്താണെന്ന് സാറിന് പറഞ്ഞു കൊടുക്ക്. സാറേ ഈ ബ്രെഡ് ക്രംബിംഗ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ ലുക്ക് ചെയ്തിട്ട് എന്റെ ഹൃദയം പറിച്ചെടുത്തിട്ട് എന്നെ തേച്ചിട്ട് പോയി സാറേ. അതാണ് ബ്രെഡ് ക്രംബിംഗ്. എന്നാ പിന്നെ അവന്റെ എഴുത്. തേപ്പിനാണ് ബ്രെഡ് കമ്പിംഗ് എന്ന് അറിയാം. ശരി. അപ്പൊ എന്താ കുട്ടി അങ്ങനെ ചെയ്ത്? സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. ഞാൻ ഇവനെ ബെഞ്ചിങ്ങിൽ നിർത്തിയേക്കുമായിരുന്നു. എന്താണ് ഈ ബെഞ്ചിങ്? സാർ ബെഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവനെങ്ങനെ ക്യൂല് നിർത്തിയേക്കുമായിരുന്നു. ക്യൂവോ? എന്തിന്റെ ക്യൂ? അത് എന്തിനാ മോളെ ക്യൂ നിർത്തിയായി? അച്ഛനപ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പറഞ്ഞു കൊടുക്ക്, അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക്. എന്താ സാർ ഇപ്പൊ പിന്നെ നമുക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ടെങ്കിലേ, ഇപ്പൊ ഒരാളെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഒരാളുള്ളപ്പോ സേഫ്റ്റിക്ക് വേറെ ആള്. അല്ല, ഈ ലവർ എങ്ങാനും ബൈ ചാൻസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിക്ക് ഒരാളെ. അപ്പൊ എപ്പോഴും ഒരു ലവർ വേണം. അതിനിങ്ങനെ സ്റ്റോക്ക് വെക്കണേനാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഞാൻ ബെഞ്ചിങ്ങില്. സാറെ പക്ഷെ ഇതിന് ക്വസ്റ്റ്യനിങ് ഉണ്ടല്ലോ. പിന്നെന്താ കുഴപ്പം? എന്താ? ഞാൻ ആ സമയത്ത് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആരായിട്ട് കുഷനിങ്? ആരായിട്ട്? ഞാൻ അറിഞ്ഞു, കുറെ പേരൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. നിനക്ക് നെഞ്ചി കൈവച്ച് പറയാമോ കുഷനിങ് നടത്തിയെന്ന്? ഞാൻ കുഷനിങ് നടത്തിയണ്ട. എന്റെ ഉമ്മാനെ സത്യം സാറേ, ഞാൻ കുഷനിങ് നടത്തിയിട്ടില്ല. അവള് പറയട്ടെ. ശ്രേയ പറഞ്ഞു ഞാൻ അറിഞ്ഞായിരുന്നു. ആ ശ്രേയ, നീ ശ്രേയ പറയണ കേട്ടാ മതിയല്ല. എന്റെ ദില്ലിനൊരു വിലയില്ലല്ല. എന്റെ ദില്ല്. എന്താ ഈ കുഷനിങ്? ഇതിന് കുറെ ലവേഴ്സ് ഉണ്ട് വേറെ. അപ്പൊ ഈ കുഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കാം. നീ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കണ്ടടാ. ഇല്ല സാറേ, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ കുഷനിങ് ഇല്ല. സാറേ ഇതൊന്നും പോരാത്തതിന് ഇവന്നെ ഓർബിറ്റിങ്ങും ചെയ്യണ്ട്. ഞാൻ ഇതൊക്കെ അറിയണ്ട്.